ഈസി അക്കൗണ്ടൻസിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ജേണലിനെ കുറിച്ചാണ്. ഈ സ്പെഷ്യൽ ജേണലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ് ഏറ്റവും ആദ്യം ബിസിനസ് ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തി വയ്ക്കുക ജേണൽ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് പുസ്തകത്തിലാണ്, പ്രൈം ബുക്കിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് അങ്ങനെ അക്കൗണ്ടിങ് പ്രോസസ്സ് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ നമ്മൾ ജേണൽ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ ട്രാൻസാക്ഷനുകളും ആ ജേണലിലാണ് എഴുതുന്നത്. അതായത് റെഡി ക്യാഷിന് വാങ്ങിക്കുന്നത്, റെഡി ക്യാഷിന് വിൽക്കുന്നത്, കടത്തിന് വാങ്ങിക്കുന്നത്, കടത്തിന് വിൽക്കുന്നത്, അതുപോലെ ചിലവുകൾ വരുന്നത്, വരവുകൾ വരുന്നത്, അതുപോലെ തന്നെ അസറ്റുകൾ വാങ്ങിക്കുന്ന, അസറ്റുകൾ വിൽക്കുന്നത്, അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനുകളും, അതുപോലെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് റിട്ടേൺ വരുന്നത്, സെയിൽ ചെയ്ത് റിട്ടേൺ ഉണ്ടാവുന്നത്, ഇതെല്ലാം നമ്മൾ ജേണൽ എന്ന് പറയുന്നൊരു പുസ്തകത്തിലാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷനുകൾ നടക്കും. 10, 100, 200, 300 ഒക്കെ നടക്കും. അപ്പോൾ ഈ ട്രാൻസാക്ഷനുകളെല്ലാം കൂടി ഒരു ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അത് തിരഞ്ഞെടുത്ത് നോക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ആയതുകൊണ്ട് ഈ ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പറയുക സബ് ഡിവിഷൻ ഓഫ് ജേണൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ എന്നൊക്കെ അതിനെ വിളിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഐറ്റങ്ങളെ ഒരു പുസ്തകത്തിലാക്കി മാറ്റുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വരവുകളും ചെലവുകളുമായി ബന്ധപ്പെട്ട, അതായത് റെഡി ക്യാഷ് വരുന്നതും റെഡി ക്യാഷ് കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും പ്രത്യേകം എഴുതി വയ്ക്കാനായിട്ട് ഒരു പുസ്തകം, അതാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് അതായത് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് ഓൺലി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ റെക്കോർഡ് ചെയ്തേക്കുക ക്യാഷ് ബുക്കിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്യാഷ് സംബന്ധമായിട്ടുള്ള വരവുകളും ചിലവുകളും മാത്രം എഴുതി വയ്ക്കാനായിട്ടൊരു പുസ്തകം, അതാണ് ക്യാഷ് ബുക്ക്. അതുപോലെ തന്നെ കടത്തിന് വാങ്ങിക്കുന്നത്, റെഡി ക്യാഷിന് വാങ്ങിക്കുന്നത് നമ്മൾ അതിൽ എഴുതില്ല. കാരണം എന്താ, അത് ക്യാഷ് ബുക്കിലാണ് വരിക. ക്യാഷ് നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കടത്തിന് വാങ്ങിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് പർച്ചേസ് ബുക്ക്, വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് പർച്ചേസ് റിട്ടേൺ ബുക്ക്, അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നത്, എങ്ങനെ സെയിൽ ചെയ്യുന്നത്, കടത്തിന് സെയിൽ ചെയ്യുന്നത്, അത് സെയിൽസ് ബുക്ക്, വിറ്റ സാധനങ്ങൾ മടങ്ങി വരുന്നത് സെയിൽസ് റിട്ടേൺ ബുക്ക്, അതുപോലെ തന്നെ അസറ്റുകൾ കടത്തിന് വാങ്ങിക്കുക, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പലതരം ബുക്കുകളിൽ ഉൾപ്പെടാത്ത തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും എഴുതി വയ്ക്കാൻ മറ്റൊരു പുസ്തകം ജേണൽ പ്രോപ്പർ. ഇങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് ആ പുസ്തകത്തെ തരംതിരിച്ചെഴുതുമ്പോഴാണ്, ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തെ തരംതിരിച്ചെഴുതുമ്പോഴാണ് അതിന് വിളിക്കുന്നത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകം അപ്പോൾ പർച്ചേസ്, കടത്തിന് വാങ്ങിച്ചത് ഇന്ന ഡേറ്റിന് വാങ്ങിച്ചു, അപ്പോൾ ആ ബുക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ജേണൽ മൊത്തം എടുത്ത് അത് മുഴുവൻ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് വരേണ്ടി വരും, കുറേ സമയം പോകും അങ്ങനെ. അപ്പോൾ സമയം ലാഭിക്കാനൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നോക്കിയെടുക്കാനൊക്കെ ആയിട്ടാണ് സാധാരണ ഇത്തരത്തിലുള്ള ജേണലുകൾ തയ്യാറാക്കുക, സ്പെഷ്യൽ ജേണൽ തയ്യാറാക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കുന്ന പുസ്തകമാണ് ക്യാഷ് ബുക്ക്. അത് നമ്മൾ പറഞ്ഞു ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ഓൺലി. അത് ആ വാക്ക് ശ്രദ്ധിച്ചു വയ്ക്കുക, അത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് റെഡി ക്യാഷിന് വാങ്ങിച്ച സാധനങ്ങളും റെഡി ക്യാഷിന് കൊടുത്ത സാധനങ്ങൾ മാത്രമല്ല ചിലവുകളും വരവുകളും ഒക്കെ അതിൽ ഉൾപ്പെടാം. നമുക്ക് സാലറി കൊടുക്കുകയാണ്, അപ്പോൾ കാശ് പോവുകയാണ്, അതേപോലെ ഇൻട്രസ്റ്റ് കിട്ടുകയാണ്, അപ്പോൾ പൈസ വരികയാണ്. അപ്പോൾ പൈസ വരുന്നതും പൈസ പോകുന്നതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ക്യാഷ് ബുക്കിൽ എഴുതുക. അപ്പോൾ അതിൽ ക്യാഷ് ബുക്ക് തന്നെ പലതരത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന പുസ്തകമാണ് ഇത് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്ക് പലതരത്തിലുണ്ട്, ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ എല്ലാവരും ഹെഡിങ് കൊടുക്കുക സബ് ഡിവിഷൻ ഓഫ് ജേണൽ, ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കാം സ്പെഷ്യൽ ജേണൽ എന്ന് കൊടുക്കാം. സബ് ഡിവിഷൻ ഓഫ് ജേണൽ ബ്രാക്കറ്റിൽ സ്പെഷ്യൽ ജേണൽ എന്ന് കൊടുക്കാം. ഇനി അതിലെ താഴെ കൊടുക്കുക എന്താണ്, ക്യാഷ് ബുക്ക്, മാർജിനോട് ചേർന്ന് കൊടുക്കുക ക്യാഷ് ബുക്ക് കൊടുക്കുക. എന്നിട്ട് അതിലെഴുതുക, ക്യാഷ് ബുക്കിൻ്റെ അടിയിൽ എഴുതുക ഇറ്റ് റെക്കോർഡ്സ് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് all cash payments only. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ എഴുതി വയ്ക്കുക. ഇനി സൈഡ് ഹെഡിങ് കൊടുക്കുക ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. നമ്പർ 1 സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓർ ഇതിനെ വിളിക്കുന്ന വേറെ പേരുണ്ട് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. മറ്റൊരു പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആണ് അതിൻ്റെ ഇത് വരിക. അതായത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്
എമൗണ്ട് എഴുതാനായിട്ട് ഒരു കോളം മാത്രം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു കോളം മാത്രം. അപ്പോൾ നമ്മൾ ലെഡ്ജർ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുക. ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജേണലും അതേപോലെ ലെഡ്ജറും തയ്യാറാക്കുമ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടി ഈ ക്യാഷ് ബുക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, നമ്മൾ ജേണൽ എഴുതി കഴിഞ്ഞാൽ ലെഡ്ജറുകൾ തയ്യാറാക്കുമ്പോൾ ആദ്യം തയ്യാറാക്കാറ് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. കുറച്ച് വലിപ്പമുള്ള അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാൽ മതി. കാര്യം മനസ്സിലായോ? അതേപോലെ പർച്ചേസ്, നമ്മൾ പർച്ചേസ് ഡേ ബുക്ക്, അതേപോലെ സെയിൽസ് റിട്ടേൺ ബുക്ക്, അതൊക്കെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു പോകും. കാര്യം മനസ്സിലായി? അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ സിംഗിൾ കോളം ആദ്യത്തെയാണ് നമ്മൾ പറയുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അത് ചെയ്യുമ്പോൾ എമൗണ്ട് എഴുതാനായിട്ടൊരു കോളം, അതിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ റെസീപ്റ്റ്സുകളും ലെഫ്റ്റ് സൈഡിൽ, എല്ലാ പേയ്മെൻറ്റ്സുകളും റൈറ്റ് സൈഡിലാണ് എഴുതുക, വരവുകളും ചിലവുകളും. അപ്പോൾ അതിൻ്റെ ഫോം ഇങ്ങനെയാണ് വരിക: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, നമ്മൾ ലെഡ്ജർ ചെയ്യുന്ന പോലെ LF, അതുപോലെ തന്നെ എന്താണ് എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, അങ്ങനെ ഡെപ്റ്റർ, ക്രെഡിറ്റർ. ലെഡ്ജർ തന്നെ, സെയിം ലെഡ്ജർ. അതിന് പകരം നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്ക് എഴുതിയ ഈ ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത ഇറ്റ് സെർവ്സ് ജേണൽ, ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ എന്നാണ് പറയുക. അത് ശ്രദ്ധിക്കണം ആ വാക്ക്. ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. അതായത് അത് സേവനം ചെയ്യുന്നത്, ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും അതേ ജോലി ക്യാഷ് ബുക്ക് ചെയ്യും. ഇത് പരീക്ഷ ചോദിക്കാറുണ്ട് ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട്. ഇറ്റ് സെർവ്സ്, ക്യാഷ് ബുക്ക് സെർവ്സ് ഡാഷ് ആൻഡ് ഡാഷ്, എന്താണ്? ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോമാണ് നമ്മൾ പറഞ്ഞത്. അത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വരച്ച് വയ്ക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, അതുപോലെ എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട് നമ്മൾ സാധാരണ ലെഡ്ജർ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. വരയ്ക്കണമെന്നില്ല, വരച്ചാലും കുഴപ്പമില്ല. അതിൻ്റെ ഫോർമാറ്റാണ് പറഞ്ഞത്, ഫോം. ഇനി നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ചോദ്യം എഴുതിക്കുക. നമ്പർ 1, ഒന്നാമത്തെ പ്രോബ്ലം എഴുതിക്കുക. 1. Enter the following transactions in a single column cash book. Enter the following transactions in a single column cash book for the month of March 2014. For the month of March 2014. ഇനി താഴെ എഴുതുക. റൈറ്റ് സൈഡിൽ ഏറ്റവും അറ്റത്ത് റുപ്പീസ് കൊടുക്കുക, ലെഫ്റ്റ് സൈഡിൽ മാർജിനോട് ചേർത്ത് എഴുതുക. 2014 മാർച്ച് 1. 2014 മാർച്ച് 1. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 6400. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 6400. ഇപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് തരുന്നതിന് പകരം ചിലപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 6400. ഡേറ്റ് അടുത്ത് 9 ആണ്. ഡേറ്റ് 9. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്. 17,300. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് 17,300. അടുത്ത ഡേറ്റ് 11 ആണ്. ഡേറ്റ് 11. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. 8,400. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 8,400. അടുത്ത ഡേറ്റ് 24 ആണ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് 5,000. പെയ്ഡ് ഇൻ ടു ബാങ്ക് 5,000. അടുത്ത ഡേറ്റ് 30 ആണ്. ഡേറ്റ് 30. റിസീവ്ഡ് ഇൻട്രസ്റ്റ് 2,700. റിസീവ്ഡ് ഇൻട്രസ്റ്റ് 2,700. അടുത്ത ഡേറ്റ് 31 ആണ്. പെയ്ഡ് സാലറി. ഡേറ്റ് 31. പെയ്ഡ് സാലറി 5,800. ഇത്രയാണ് ട്രാൻസാക്ഷനുകൾ. അപ്പോൾ നമ്മൾ താഴെ ഹെഡിങ് കൊടുക്കുക, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇതിൻ്റെ വേറെ പേര് പറഞ്ഞു സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. രണ്ടും ഒന്നാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോളം, അതന്നെ, ആ വാക്ക് ഓർത്ത് വെച്ചാൽ മതി. എമൗണ്ട് എഴുതാൻ ഒരു കോളം മാത്രം. ഇനി നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി അതിൻ്റെ ഫോം എഴുതുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ DR, റൈറ്റ് സൈഡിൽ CR കൊടുക്കും. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കും. ഇനി ഒന്നാമത്തെ നോക്കി, എന്താണ്? 2014 മാർച്ച് 1 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 6,400 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും നമ്മൾ എന്താ എഴുതുക? ക്യാഷ് ബുക്ക് ആയാലും ക്യാഷ് അക്കൗണ്ട് പോലെയാണെന്ന് പറഞ്ഞു. ക്യാഷ് അക്കൗണ്ട് എപ്പോഴും എന്താണ്? അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് കാണിക്കുക? ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കുക, അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും B/D എപ്പോഴും എവിടെ ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിലേക്ക്. C/D ക്ലോസിംഗ് ബാലൻസ് റൈറ്റ് സൈഡിലും, അതായത് ക്യാപിറ്റലും ഒക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന കാരണം ലെഫ്റ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഫിഗർ റൈറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരും? ലെഫ്റ്റ് സൈഡിലാണ് വരിക. അപ്പോൾ 2014 മാർച്ച് 1 എന്ന് എഴുതി ലെഫ്റ്റ് സൈഡിൽ
ടു ബാലൻസ് ബി ബാർ ഡി എന്ന് എഴുതുക. ടു ബാലൻസ് ബി ബാർ ഡി, ഓപ്പണിംഗ് ബാലൻസ് എന്ന് എഴുതാൻ പാടില്ല. ടു ബാലൻസ് ബി ബാർ ഡി. എമൗണ്ട് കോളത്തിൽ കൊടുക്കുക 6400. 6400. ഇപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലേഴ്സ് രണ്ട് ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഉദ്ദേശിക്കുന്നത് റെസിപ്റ്റ്സ് ആണ്. ഇപ്പോൾ പർട്ടിക്കുലേഴ്സിന് പകരമാണെങ്കിൽ റെസിപ്റ്റ്സ് എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള പർട്ടിക്കുലേഴ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ അവിടെ പേയ്മെൻറ്റ്സ് കൊടുക്കാം. കാര്യം മനസ്സിലായി. അപ്പോൾ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കുക. ഡേറ്റ് 9. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്, അതായത് വിൽപ്പന നടത്തി പൈസ കിട്ടി. അപ്പോൾ വരവാണല്ലോ. നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് എന്നാണ് വരിക. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ക്യാഷ് അക്കൗണ്ടാണ് ഈ ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യാറ്? ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതാറ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിക്കോ. ഡേറ്റ് 9 ഇട്ടിട്ട് ടു സെയിൽസ് എത്രയാണ്? 17,300. 17,300. അടുത്ത ഡേറ്റ് 11 നോക്കിയേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു. അപ്പോൾ ചിലവാണ്. അപ്പോൾ അത് റൈറ്റ് സൈഡിലേക്കാണ് പോവുക. മനസ്സിലായി. അപ്പോൾ മുകളിൽ ഡേറ്റ് ഇടണം. ആദ്യമായിട്ട് എഴുതുമ്പോൾ ഡേറ്റ് വേണം രണ്ട് സ്ഥലത്തും. 2014 മാർച്ച് 11 എഴുതുക. ബൈ പർച്ചേസ് എത്രയാണ്? 8,400. ബൈ പർച്ചേസ് 8,400. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് വരവുകളൊക്കെ ലെഫ്റ്റ് സൈഡിലും ചിലവുകളൊക്കെ റൈറ്റ് സൈഡിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓർത്താൽ മതി. സെയിൽസ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വരിക, പർച്ചേസ് എപ്പോഴും റൈറ്റ് സൈഡിലാണ് വരിക. അങ്ങനെ ഓർത്ത് വയ്ക്കും. അപ്പോൾ എമൗണ്ട് എഴുതുക കേട്ടോ. പർച്ചേസിൻ്റെ എമൗണ്ട് 8,400. അടുത്ത ഡേറ്റ് 24. പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പെയ്ഡ് ഇൻ ടു ബാങ്ക് എത്ര രൂപയാണ്? 5000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എന്തുണ്ടാവണത്? പൈസ പോയി അല്ലേ? പൈസ പോയി. അപ്പോൾ നമുക്ക് ചിലവാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ബൈ ബാങ്ക് ഡേറ്റ് ഇടുക. ബൈ ബാങ്ക് ഡേറ്റ് 24. ബൈ ബാങ്ക് 5000 രൂപ. 5000. ഇനി അടുത്ത ഡേറ്റ് 30 ആണ്. ഡേറ്റ് 30 നോക്കിയേ. റിസീവ്ഡ് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ നമുക്ക് വരവാണ്. അപ്പോൾ അവിടെ വരിക ലെഫ്റ്റ് സൈഡിലാണ് വരിക. അപ്പോൾ ഡേറ്റ് 30 ഇട്ടിട്ട് ടു ഇൻട്രസ്റ്റ് 2700. ടു ഇൻട്രസ്റ്റ് 2700. അടുത്ത ഡേറ്റ് 31. പെയ്ഡ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്തു. മനസ്സിലായോ? ശമ്പളം കൊടുത്തു. ശമ്പളം കൊടുക്കുമ്പോൾ എന്തുണ്ടാവുന്നത്? ചിലവാണത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതണം, റൈറ്റ് സൈഡിൽ എഴുതണം അല്ലേ? ബൈ സാലറി എത്ര? 5800. 5800. ഇനി കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുക. രണ്ട് ഭാഗം ക്ലോസ് ചെയ്യുക. ഏറ്റവും കൂടുതലുള്ള ഭാഗം എവിടെയാവും? ലെഫ്റ്റ് സൈഡിലാവും അല്ലേ? അത് എപ്പോഴും എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയിടുക. അപ്പോൾ 26,400 കൂട്ടുമ്പോൾ കിട്ടുക. ലെഫ്റ്റ് സൈഡിൽ 26,400. അത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ലെഫ്റ്റ് സൈഡിൽ എഴുതിയ എമൗണ്ട് അത് അതേപടി തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എഴുതുന്നു. 26,400. റൈറ്റ് സൈഡിലുള്ള എമൗണ്ടുകളൊക്കെ കൂട്ടിയിട്ട് 26,400 നിന്ന് അത് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ട ഡേറ്റ് റൈറ്റ് സൈഡിലാണ് വ്യത്യാസം വരിക. നമ്മൾ ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. എപ്പോഴും അതാത് മാസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇടണം. ഇത് മാർച്ച് ആയതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? 31. തൊട്ട് മുകളിൽ 31 നിൽക്കുന്നുണ്ട്. ചില പ്രോബ്ലങ്ങളിൽ ചിലപ്പോൾ 28 നിൽക്കുന്നുണ്ടാവും. അപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ആ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് ഇടേണ്ടത്. അപ്പോൾ 31 എഴുതിയിട്ട് ബൈ ബാലൻസ് സി ബാർ ഡി എത്രയാണ്? 7,200 ആൻസർ വരിക. 7,200. അതപ്പുറത്തേക്ക് ഏപ്രിൽ 1 അല്ലേ? ലെഫ്റ്റ് സൈഡിലെ ഏപ്രിൽ 1 2014 ഏപ്രിൽ 1 ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 7,200 എഴുതും. ടു ബാലൻസ് ബ്രോ ഡൗൺ 7,200. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനുകൾ മാത്രമാണ്. അത് എല്ലാ ക്യാഷ് ബുക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനുകളും എന്തായിരിക്കും? ക്യാഷ് ട്രാൻസാക്ഷനുകളായിരിക്കും. വേറെ കടത്തിന് വാങ്ങിച്ചതും കടത്തിന് കൊടുത്തതൊന്നും നമ്മളതിൽ റിട്ടേൺ ചെയ്തതും ഒന്നും എഴുതാനായിട്ട് പാടില്ല. മനസ്സിലായോ? അപ്പോൾ ക്യാഷ് ഓൺലി, ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓൺലി. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുക. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന എല്ലാ വരവുകളും റൈറ്റ് സൈഡിൽ എഴുതുന്നത് എല്ലാ ചിലവുകളാണ്. കാര്യം മനസ്സിലായി. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത ആ പേര് പോലെ തന്നെ പ്രസക്തമാണ്. എന്താണ്? സിംഗിൾ കോളം, എമൗണ്ട് എഴുതാൻ ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ഇടയ്ക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ച് ഇത്രയുള്ള വളരെ അത്ര ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. വരവും ചിലവും നമ്മൾ എഴുതി വയ്ക്കുന്നത് മാത്രം. അപ്പോൾ പുതിയ ഒരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.